ഹായ് നമസ്കാരം, സ്വാഗതം ഏവർക്കും ഒരിക്കൽ കൂടി. കർണാടക എക്സാമിനേഷൻ അതോറിറ്റി കർണാടകയിൽ BSc നഴ്സിംഗ് പഠിക്കുവാൻ ആഗ്രഹിക്കും. BSc നഴ്സിംഗ് മാത്രമല്ല, കർണാടകയിൽ പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കുമായിട്ട് നടത്തുന്ന കോമൺ എൻട്രൻസ് ടെസ്റ്റ് CET. ആ CETക്ക് രജിസ്റ്റർ ചെയ്യുവാനുള്ള സമയമായിരിക്കുന്നു ഈ മാസം, അതായത് ഫെബ്രുവരി 18 വരെയാണ് സമയം അനുവദിച്ചിരിക്കുന്നത്. ഒരു പക്ഷേയെങ്കിൽ അത് വീണ്ടും മാറ്റം വരുത്തിയേക്കാം. സാധാരണ കഴിഞ്ഞ വർഷമൊക്കെ അങ്ങനെ മാറ്റം വരുത്തിയിരുന്നു, അതുപോലെ മാറ്റം വരുത്തിയേക്കാം. പക്ഷേ ഇപ്പോൾ നമുക്ക് അറിവുള്ളതനുസരിച്ച് 18-ാം തീയതി വരെയാണ് ആപ്ലിക്കേഷൻ അയക്കേണ്ട സമയം. അതിനുശേഷം ഒരു 2 ദിവസം കൂടി ഫീസ് അടയ്ക്കുന്നതിനുള്ള സമയം അനുവദിച്ചിട്ടുണ്ട്. BSc നഴ്സിംഗ് ഉൾപ്പെടെയുള്ള എല്ലാ കോഴ്സുകൾക്കും ചേരാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഈ CET ആപ്ലിക്കേഷൻ അയച്ചിരിക്കണം. കമ്പൽസറിയാണ്. എന്ന് വെച്ചാൽ മറ്റ് കോഴ്സുകൾക്ക് കർണാടകയിൽ ഉള്ളവർക്ക് അല്ലെങ്കിൽ കർണാടകക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് എല്ലാ കോഴ്സുകൾക്കും ഈ എക്സാമിനേഷൻ ബാധകമാണ്. അതേസമയം കർണാടകക്കാരല്ലാത്ത ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്കാണെങ്കിൽ അവർക്ക് BSc നഴ്സിംഗിന് മാത്രമാണ് ഈ ഒരു എക്സാമിനേഷനിലൂടെ അഡ്മിഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ BSc നഴ്സിംഗ് ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും, കർണാടകയിൽ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഈ CET എക്സാമിനേഷന് എഴുതണം, അതിന് ആപ്ലിക്കേഷൻ അയക്കണം. അതേസമയം മറ്റ് വലിയ കോഴ്സുകൾ എന്ന് വെച്ചാൽ MBBS, ആയുർവേദം അതുപോലെയുള്ള കോഴ്സുകളൊക്കെ ആഗ്രഹിക്കുന്നവർ അതിനു വേണ്ടിയിട്ടുള്ള എക്സാമിനേഷൻ, നീറ്റ് പോലെയുള്ള എക്സാമിനേഷൻസ് എഴുതണം. പക്ഷേ ആപ്ലിക്കേഷൻ CETക്ക് അപ്ലൈ ചെയ്യുകയും വേണം. ഇതുപോലെ തന്നെയാണ് നമ്മുടെ കേരളത്തിൽ, ഇതുപോലെ തന്നെയാണ്. കേരളത്തിൽ ഇപ്പം കീം എക്സാമിനേഷൻ എഴുതേണ്ട കാര്യമില്ല. നീറ്റ് ആഗ്രഹിച്ച് അതുപോലെ MBBS ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ BHMS ആഗ്രഹിക്കുന്നവർക്കൊക്കെ, BAMS ആഗ്രഹിക്കുന്നവർക്കൊക്കെ അവർ CEE കേരള എൻട്രൻസ് എക്സാമിനേഷൻ ബോർഡിൽ രജിസ്ട്രേഷൻ നടത്തണം. ഒപ്പം നീറ്റ് പരീക്ഷ എഴുതുകയും വേണം. കീം എക്സാം എഴുതണ്ട, നീറ്റ് പരീക്ഷ എഴുതണം എന്ന് പറഞ്ഞതുപോലെയാണ് കർണാടകത്തിലും. കർണാടക എക്സാമിനേഷൻ അതോറിറ്റി ആവശ്യപ്പെടുന്നത് നിങ്ങൾ CETക്ക് ആപ്ലിക്കേഷൻ അയക്കുക, പക്ഷേ പരീക്ഷ എഴുതണ്ട. പരീക്ഷ എഴുതണം എന്നുള്ളത് നേഴ്സിംഗ്, BSc നഴ്സിംഗ് കർണാടകയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ മാത്രം പരീക്ഷ എഴുതിയാൽ മതി. മറ്റുള്ളവർ ഏത് കോഴ്സാണോ ആഗ്രഹിക്കുന്നത് അതിന് രാജ്യം അല്ലെങ്കിൽ ആ സംസ്ഥാനം അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികൾ ആവശ്യപ്പെടുന്ന എക്സാമിനേഷൻ എന്താണോ ആ എക്സാമിനേഷൻ എഴുതുകയും വേണം. അപ്പോൾ അതിന് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് കർണാടക എക്സാമിനേഷൻ അതോറിറ്റിയുടെ വെബ്സൈറ്റ് അവൈലബിൾ ആണ്. വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ്. ആ ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എക്സാമിനേഷൻ അതോറിറ്റിയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് വായിച്ച് നോക്കുക. വായിച്ച് നോക്കിയിട്ട് അതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം രജിസ്ട്രേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുക. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയാണ് സബ്ജക്ട്സ് പഠിച്ചിരിക്കേണ്ടത് +2 തലത്തിൽ. അപ്പോൾ എത്രയും പെട്ടെന്ന് ആപ്ലിക്കേഷൻസൊക്കെ അയച്ചു തുടങ്ങിക്കോളൂ. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നടക്കട്ടെ, ഭംഗിയായിട്ട് നടക്കട്ടെ. അതിനോടൊപ്പം തന്നെ ബോർഡ് എക്സാമിനേഷനുള്ള പ്ലാനിങ്ങും പ്രിപ്പറേഷൻസും എല്ലാം വളരെ ചടുലമായിട്ട് നടക്കട്ടെ. നല്ല രീതിയിൽ നല്ലൊരു റിസൾട്ട് ഉണ്ടാകട്ടെ. കൂടാതെ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കോഴ്സുകൾക്ക് തടസ്സമില്ലാതെ തന്നെ 2025 തന്നെ അഡ്മിഷൻ എടുത്ത് നല്ലൊരു കരിയർ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്.